ഹലോ ഫ്രണ്ട്സ്, ടെക്നോഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണിനെ പറ്റിയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഈ മാർച്ച് 31 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. മാസീവ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ളത്. കൂടാതെ കോർണറിംഗ് ഗൊറില്ല ഗ്ലാസ് വിത്ത് പ്രൊട്ടക്ഷനും ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ Qualcomm 8 Gen 1 ചിപ്സെറ്റും 8GB റാമും 5000 mAh ബാറ്ററിയും 80 വാട്ട് സൂപ്പർ ഫ്ലാഷ് ചാർജിങ്ങോടുകൂടി 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും ആൻഡ്രോയിഡ് V12 OSൽ വരുന്ന ഈ ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ OnePlus 10 Proയുടെ ക്യാമറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ക്യാമറയും ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ച് ബേസൽ-ലെസ് ഫ്രണ്ട് സ്ക്രീനാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. അതുകൂടാതെ ഇതിന് കോർണറിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്സസിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അതായത് വേഗത്തിൽ സ്ക്രാച്ച് ആകാനും പൊട്ടിപ്പോകാനും ഇടയില്ല. കൂടാതെ ഇതിന് 526 ppi റെസൊല്യൂഷനും 1440x316 പിക്സൽ റേറ്റുമാണ് ഈ ഡിസ്പ്ലേക്കുള്ളത്. കൂടാതെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 20:9 വരുന്നുണ്ട്. കൂടാതെ 120 ഹെർട്സിൻ്റെ റീഫ്രഷിംഗ് റേറ്റോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ മികച്ച ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഈ ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കും. ക്യാമറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന റിയർ ക്യാമറ ട്രിപ്പിൾ ക്യാമറ കോൺഫിഗറേഷനാണ് കൊടുത്തിരിക്കുന്നത്. 48 MBയുടെ പ്രൈമറി ക്യാമറയും 18 MBയുടെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിരിക്കുന്നു. കൂടാതെ 8 MBയുടെ ടെലിഫോട്ടോ ക്യാമറ ഒപ്റ്റിക്കൽ സൂമോട് കൂടി കൊടുത്തിരിക്കുകയാണ്. കൂടുതൽ മികവാർന്ന ക്യാമറ അനുഭവത്തിന് വേണ്ടി LED ഫ്ലാഷ്, ഓട്ടോ ഫോക്കസ്, ISO കൺട്രോൾ, ഡിജിറ്റൽ സൂം, ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫ്ലാഷ് ഇങ്ങനെ എല്ലാ സൗകര്യവും ഈ ഫോണിൻ്റെ ക്യാമറ സെക്ഷനിൽ വരുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 MBയുടെ പ്രൈമറി ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും മികവാർന്ന ചിത്രങ്ങൾ എടുക്കുവാൻ, വീഡിയോ എടുക്കുവാൻ, സെൽഫി എടുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് OnePlus 10 Pro നമുക്ക് തരുന്നുണ്ട്. ഇനി കോൺഫിഗറേഷനും ബാറ്ററിയും നമുക്കൊന്ന് നോക്കാം. 4nm Qualcomm Snapdragon 8 Gen 1 ചിപ്സെറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ മാസീവ് 8GB റാമും ഈ ഫോണിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നു. ഒക്ടാ-കോർ 3 GHz സിംഗിൾ കോർ, 2.5 GHz ട്രിപ്പിൾ കോർ, 1.8 GHz ക്വാഡ് കോർ പ്രോസസ്സർ സെറ്റപ്പാണ് ഈ ഫോണിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ആൻഡ്രിനോ 730 GPUവും കൊടുത്തിരിക്കുന്നു. മികച്ച പ്രവർത്തനക്ഷമത തരുന്ന ഒരു കോൺഫിഗറേഷനാണ് ഈ ഫോണിനുള്ളത്. തീർച്ചയായും ലാഗാകാതെ മികച്ച രീതിയിൽ ഈ ഫോൺ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാം. അതുകൂടാതെ പ്രവർത്തനം സഹായിക്കാവുന്ന നിലയിലുള്ള 5000 mAh ലിയോൺ ബാറ്ററിയും കൊടുത്തിരിക്കുന്നു. അതിന് 80 വാട്ടിൻ്റെ സൂപ്പർ ഫ്ലാഷ് ചാർജിങ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേഗത്തിൽ ഈ 5000 mAh ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. ഇനി സ്റ്റോറേജും കണക്ടിവിറ്റിയും നമുക്ക് നോക്കാം. സ്റ്റോറേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ OnePlus 10 Pro 128 GBയുടെ നോൺ എക്സ്പാൻഡബിൾ സെറ്റപ്പാണ് വരുന്നത്. അല്ലെങ്കിൽ ഇതിലും കൂടിയ വേരിയൻ്റ് മേടിക്കേണ്ടി വരും. കണക്ടിവിറ്റി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹോട്ട്സ്പോട്ട് ഉണ്ട്, GPS ഉണ്ട്, NFC സപ്പോർട്ട് ഉണ്ട്, USB Type-C കണക്ട് ചെയ്യാൻ പറ്റും, വൈഫൈ, ബ്ലൂടൂത്ത് 5.2, 5G ഫോണാണ്. ഈ 5G കണക്ടിവിറ്റിയോടുകൂടിയാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു 50,000 രൂപയിൽ താഴെയാണ് വില പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 31 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.